നമസ്കാരം. വഖഫ് നിയമ ഭേദഗതി ബില്ല് പാർലമെൻറ്റിൽ വരുമ്പോൾ കേരളത്തിലെ എംപിമാർ മുനമ്പത്തെ ജനങ്ങളെ കരുതി ആ നിയമ ഭേദഗതിയെ അനുകൂലിക്കണം. ജനങ്ങൾക്ക് അനുകൂലമായ അല്ലെങ്കിൽ ജനങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടാകുന്ന തരത്തിലുള്ള തീരുമാനം കൈക്കൊള്ളണം. ഒറ്റക്കെട്ടായി കേരളത്തിലെ എംപിമാർ രാഷ്ട്രീയം മറന്ന് ഈ ബില്ലിനെ ഭേദഗതി ചെയ്യാനുള്ള നീക്കത്തെ സ്വാഗതം ചെയ്യണം എന്ന് പറഞ്ഞത് KCBC ആണ്. CBCIയും ആ അഭിപ്രായം തന്നെ എടുത്തു. ഇന്നിപ്പോൾ സീറോ മലബാർ സഭയും കോൺഗ്രസിലെയും CPIMലെയും എംപിമാരോട് പറഞ്ഞത് ഇങ്ങനെയാണ്: നിങ്ങൾ രാഷ്ട്രീയം മറന്ന് ഒരുമിക്കണം. ഈ വഖഫ് നിയമ ഭേദഗതി എന്നത് കാലഘട്ടത്തിൻ്റെ അനിവാര്യമാണ്. കാലത്തിനനുസരിച്ച് ആ നിയമം ഭേദഗതി ചെയ്യാത്തത് കൊണ്ടാണ് അനേകം ജനങ്ങൾ അവർ ജനിച്ച മണ്ണിൽ നിന്നും കുടിയിറങ്ങേണ്ടി വരുന്നത്. മുനമ്പത്തെ 600ഓളം കുടുംബങ്ങൾ ഇങ്ങനെ ജീവിതത്തിനും മരണത്തിനും ഇടയിൽ സമരമിരിക്കുകയാണ്. അവർ ജനിച്ച മണ്ണ് നഷ്ടപ്പെടുന്നു, അവർ പൊന്നും വില കൊടുത്തു വാങ്ങിയ ഭൂമി നഷ്ടപ്പെടുന്നു. അത് ഈ വഖഫ് നിയമത്തിൻ്റെ പേരിലാണ്. നിങ്ങൾ അവരെ കരുതി വഖഫ് നിയമ ഭേദഗതിയെ അനുകൂലിക്കണം എന്ന ഒരു ആവശ്യമാണ് കേരളത്തിലെ ക്രിസ്തീയ സഭകൾ ഒന്നടങ്കം കേരളത്തിലെ എംപിമാരോട് ആവശ്യപ്പെട്ടത്, പ്രത്യേകിച്ചും കോൺഗ്രസ് എംപിമാരോട്. കാരണം കമ്മ്യൂണിസ്റ്റുകൾക്ക് ക്രൈസ്തവ സംഘടനകളെ വേണ്ട, കമ്മ്യൂണിസ്റ്റുകൾക്ക് പണ്ടേ ക്രൈസ്തവ സംഘടനകളെ വേണ്ട. അവർക്ക് ഹിന്ദു വോട്ട് ബാങ്കുണ്ട്. മാത്രമല്ല, അതിനോടൊപ്പം ചില ഇസ്ലാമിക വർഗീയവാദ സംഘടനകളുടെ പിന്തുണയും കൂടി കിട്ടിയാൽ അവർക്ക് ഭരണം നിലനിർത്താം. ഇപ്പോൾ കേരള കോൺഗ്രസിനെ അടർത്തി മാറ്റി അവരുടെ ഒപ്പം ചേർത്തിട്ടുണ്ട്. മുസ്ലിം ലീഗിനെ പോലെയുള്ള സംഘടനകളെയും അവരെ ഒപ്പം കൂട്ടാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അങ്ങനെ വന്നാൽ പതിറ്റാണ്ടുകളോളം കേരളം സ്ഥിരമായി ഭരിക്കാനുള്ള സംവിധാനം അവർക്കുണ്ടാകും. അത് അവർ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലുമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ക്രൈസ്തവ ന്യൂനപക്ഷത്തെ CPIMന് വേണ്ട. ആകെക്കൂടി ക്രൈസ്തവ ന്യൂനപക്ഷം കോൺഗ്രസിൻ്റെ നട്ടെല്ലാണ്. കാരണം മുസ്ലിം ലീഗ് ഉണ്ടെങ്കിൽ കൂടി ക്രൈസ്തവ മതന്യൂനപക്ഷം ഒപ്പമുണ്ടെങ്കിൽ മാത്രമേ കോൺഗ്രസ്സിന് അധികാരം പിടിക്കാൻ സാധിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ കേരളത്തിലെ കോൺഗ്രസ് ആകെ അങ്കലാപ്പിലായി ഈ പറയുന്ന ക്രൈസ്തവ സഭകളുടെ നിലപാട്. അതുകൊണ്ട് എന്ത് നിലപാടെടുക്കണം, എന്ത് പറയണം എന്നൊക്കെ അവർ കുഴങ്ങി. പിന്നീട് പ്രതികരണങ്ങളിൽ നിന്ന് പോലും അവർ മാറി നിൽക്കുകയായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഏറ്റവും ഒടുവിലായി ഇന്ത്യ സഖ്യം ഒന്നടങ്കം വഖഫ് ബില്ലിനെ എതിർക്കും എന്ന് കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കുന്നു. KC വേണുഗോപാൽ പറഞ്ഞത് ഐക്യകണ്ഠേന എടുത്ത തീരുമാനമാണ്. ഒന്നടങ്കം പാർട്ടി വഖഫ് ഭേദഗതി ബില്ലിനെ എതിർക്കും. അതായത് കേരളത്തിലെ ക്രൈസ്തവ സഭയെ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് അത്യാവശ്യമായി വേണ്ടത് മുസ്ലിം മതന്യൂനപക്ഷമാണ്. മുസ്ലിം മതന്യൂനപക്ഷത്തെ ഇനിയും ഏതെങ്കിലും രീതിയിൽ സംഘടിപ്പിച്ചുകൊണ്ട് മുസ്ലിം ഏകീകരണം, മതന്യൂനപക്ഷങ്ങളുടെ ഏകീകരണം ഇന്ത്യയിൽ സാധ്യമാക്കിയാൽ ഇനി അവർക്ക് ഇന്ത്യ ഭരിക്കാം, അതുമാത്രമേ ഇന്ത്യ ഭരിക്കാനുള്ള പോംവഴിയായിട്ടുള്ളൂ എന്ന് വിചാരിക്കുന്ന ഒരു പാർട്ടിയാണ്. ആ പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വമാണ് അങ്ങനെ തീരുമാനമെടുത്തിരിക്കുന്നത്. കാരണം കേരളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ്. കേന്ദ്രത്തിൽ അവർക്ക് ലഭിച്ചിട്ടുള്ള MPമാരിൽ ബഹുഭൂരിപക്ഷവും കേരളത്തിൽ നിന്നുള്ളവരാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യം അവർ പരിഗണിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ അത് പരിഗണിച്ചിട്ടില്ല. കേരളത്തിൽ എന്തുമാകട്ടെ ക്രൈസ്തവ സഭകളുടെ ആവശ്യത്തിനൊപ്പം നിൽക്കാൻ ഞങ്ങളില്ല എന്ന തീരുമാനം എടുത്തിരിക്കുകയാണ് കോൺഗ്രസ്. ഇന്ത്യ സഖ്യം അങ്ങനെ ഒന്നടങ്കം വഖഫ് ബില്ലിനെ എതിർക്കാൻ പോകുന്നു എന്ന ശുഭവാർത്തയാണ് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി നമുക്ക് കിട്ടിയത്. എന്തായാലും ലോക്സഭയിൽ BJPക്കും NDAക്കും ഭൂരിപക്ഷമുണ്ട്. അവിടെ അവർ ബില്ല് ഈസിയായി തന്നെ പാസ്സാക്കും. രാജ്യസഭയിലും ബില്ല് വളരെ എളുപ്പത്തിൽ പാസ്സാക്കാനുള്ള ചില നടപടികൾ NDA എടുത്തിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചന. പക്ഷേ എന്തു വന്നാലും, കോൺഗ്രസ് എതിർത്താലും രണ്ട് സഭകളിലും ബില്ല് പാസ്സാകുമെന്ന് തന്നെയാണ് BJPയുടെ ആത്മവിശ്വാസം. അപ്പോൾ മുനമ്പത്തെ ജനതയ്ക്ക് ഏക പ്രതീക്ഷയായി BJP മാറുകയാണ്. ഒപ്പം കേരളത്തിലെ ക്രൈസ്തവ സഭകളെ കേൾക്കാനും ക്രൈസ്തവ സഭകളുടെ ആവശ്യം കണ്ടറിയാനും BJP മാത്രമാണ് ഇനി ബാക്കിയുള്ളത് എന്ന ഒരു രാഷ്ട്രീയ ചിന്തയിലേക്ക് ക്രൈസ്തവ ജനവിഭാഗങ്ങളും കടക്കുകയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്, PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ.
സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18-ന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.